ജമാഅത്തയുടെ നിയന്ത്രണത്തിലുള്ള ഇസ്ലാമിസ്റ്റ് ഭരണത്തിലായ ബംഗ്ലാദേശിൽ സംഘർഷങ്ങൾക്ക് ശമനമില്ല. ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ കൊലക്കുറ്റത്തിന് ധാക്ക പോലീസ് കേസെടുത്തു. ജൂലൈ 19-ന് ധാക്കയിലെ മൊഹമ്മദൂർ പ്രദേശത്ത് പോലീസ് വെടിവെപ്പിൽ പ്രാദേശിക പലചരക്ക് കട ഉടമയായ അബു സെയ്ദിനെ വെടിവെച്ചു കൊന്ന സംഭവത്തിലാണ് ഷെയ്ഖ് ഹസീനയ്ക്കും മറ്റ് 6 പേർക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തത്. ഇതോടെ ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീനയ്ക്ക് തിരികെ പോകാനുള്ള എല്ലാ വഴികളും അടയുകയാണ്. ജനാധിപത്യം തകർത്ത് അധികാരം പിടിച്ച നിലവിലെ ഭരണത്തലവൻ മുഹമ്മദ് യൂനുസ് ഇന്നലെ പറഞ്ഞത് ഷെയ്ഖ് ഹസീന രാക്ഷസിയെന്നും ഓടിച്ചുവിട്ടത് നന്നായി എന്നുമാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് കൂടുതൽ അനുഭവിക്കേണ്ടി വരുമെന്നും കഴിഞ്ഞ ദിവസം മുഹമ്മദ് യൂനുസ് പറഞ്ഞിരുന്നു. ജനാധിപത്യം തകർത്ത് മതമൗലികവാദികൾ അധികാരം പിടിച്ച ബംഗ്ലാദേശിൽ ജനാധിപത്യം അസ്തമിക്കുന്ന വാർത്തകളാണ് വരുന്നത്. ഇസ്ലാമിക ഭരണമായിരിക്കും ഇനി ബംഗ്ലാദേശിൽ സ്ഥാപിക്കുക എന്ന് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ധാക്കയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഷെയ്ഖ് ഹസീന കൊലക്കേസിലും പ്രതിയായി. തിരികെ ബംഗ്ലാദേശിലെത്തിയാൽ ഷെയ്ഖ് ഹസീനയെ വധിക്കാൻ എല്ലാ തിരക്കഥയും ഇസ്ലാമിസ്റ്റ് ഭരണാധികാരികൾ തയ്യാറാക്കി കഴിഞ്ഞു. ഓഗസ്റ്റ് 5-ന് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യം വിട്ടതിനു ശേഷം ഹസീനയ്ക്കെതിരെ എടുക്കുന്ന ആദ്യ നിയമ നടപടിയാണിത്. അവാമി ലീഗ് ജനറൽ സെക്രട്ടറി ഒബൈദുൽ ഖാദർ, മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ കാമ എന്നിവരുൾപ്പെടെ നിരവധി ഉന്നത വ്യക്തികളാണ് കേസിലെ മറ്റു പ്രതികൾ. കൂടാതെ മുൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ചൌധരി അബ്ദുള്ള അൽ മാമുൻ, മുൻ DB മേധാവി ഹറുനൂർ റാഷിദ് എന്നിവരും പ്രതികളിൽ ഉൾപ്പെടുന്നു. മുൻ DMP കമ്മീഷണർ ഹബീബുർ റഹ്മാൻ, മുൻ DMP ജോയിന്റ് കമ്മീഷണർ സ്ഥാനം വഹിച്ചിരുന്ന ബിപ്ലബ് കുമാർ സർക്കാർ എന്നിവരാണ് കേസിലെ മറ്റു പ്രമുഖർ. അതായത് പോലീസ് വെടിവെപ്പിൽ ഒരു സമരക്കാരൻ മരിച്ചതിനാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ കൊലക്കുറ്റം നിലവിലെ ബംഗ്ലാദേശ് ഭരണകൂടം ചുമത്തിയിരിക്കുന്നത്. കേസിൽ പരാതിക്കാർ ഇല്ലാത്തതിനാൽ പോലീസ് സ്വമേധയാ ആണ് ഹസീനയ്ക്കെതിരെ കേസെടുത്തത്. ഇതിനിടെ ബംഗ്ലാദേശിന്റെ വായ്പാ തിരിച്ചടവ് മുടങ്ങി. രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരത്തിൽ നിന്നുള്ള ഫണ്ട് അടിസ്ഥാനമാക്കി രൂപീകരിച്ച എക്സ്പെർട്ട് ഡെവലപ്മെന്റ് ഫണ്ടിൽ $600 മില്യൺ തിരിച്ചടയ്ക്കാതെ വന്നതായി ബംഗ്ലാദേശ് ബാങ്ക് രേഖകൾ പറയുന്നു. ബംഗ്ലാദേശിൽ ആക്രമികളെ നിലയ്ക്ക് നിർത്തുന്നതിലും ഇരകളെ സംരക്ഷിക്കുന്നതിലും ഇടക്കാല സർക്കാരും സൈന്യവും പരാജയപ്പെട്ടിരിക്കുന്നു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനു പകരം ന്യൂനപക്ഷമായ ബുദ്ധമതക്കാരും സിഖുകാരും ഒക്കെ അടങ്ങുന്ന ഹിന്ദുക്കൾക്കെതിരായ ഹീനമായ ആക്രമണങ്ങൾ തുടരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. എല്ലാവരെയും സംരക്ഷിക്കുമെന്നുമൊക്കെയുള്ള ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റിരിക്കുന്ന മുഹമ്മദ് യൂനുസിന്റെ പ്രസ്താവന ഇനിയും നടപ്പായിട്ടില്ല. ഓഗസ്റ്റ് 5 മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അശാന്തികൾക്കും പ്രതിഷേധങ്ങൾക്കുമിടയിൽ ധാക്കയിലെ ഇന്ത്യൻ വിസ അപേക്ഷാ കേന്ദ്രം പരിമിതമായ രീതിയിൽ പ്രവർത്തനം തുടങ്ങി. ഇന്ത്യയിലേക്കുള്ള വിസ നടപടികൾ കരുതലോടെയാണ് നടത്തുന്നത്. ഓഗസ്റ്റ് 5 മുതൽ രാജ്യത്തെ സുരക്ഷാ സാഹചര്യം വഷളായതിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിൽ ഉടനീളമുള്ള കേന്ദ്രങ്ങൾ ഓഗസ്റ്റ് 8 മുതൽ ഇന്ത്യ അടച്ചിരുന്നു. അതേസമയം മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾ തങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് ന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിക്കുന്ന 2 ഗ്രൂപ്പുകൾ ഹിന്ദു, ബുദ്ധ, ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ ബംഗ്ലാദേശ്, പൂജ ഉത്പൻ പരിഷത്ത് ഇടക്കാല സർക്കാർ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസിനെ കാണും. ഓഗസ്റ്റ് 5-ന് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം 52 ജില്ലകളിലായി ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർക്ക് നേരെ കുറഞ്ഞത് 205 ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.